ഒരുമാതിരി ദിഗംബരനെ പോലെ ഉണ്ടല്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത്. എനിക്ക് ഡിഗ്രിക്കൊന്നും പഠിക്കുമ്പോൾ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ MSc പഠിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉറക്കമൊന്നും കറക്റ്റായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ടാവാം ഫുൾ ഡാർക്ക് സർക്കിൾസ് ആവാൻ തുടങ്ങി. താഴത്തേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ മുകളിലാണ് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾസ് അടിച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഇത് മാറ്റാനുള്ളൊരു തത്രപ്പാടിലാണ്. സോ ആദ്യം ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും ഇതുവരെ ഞാൻ അങ്ങനെ മേടിച്ച് യൂസ് ചെയ്തിട്ടില്ല. സോ ഞാൻ കുറച്ചൊരു 2 ദിവസമായിട്ട് ഞാനൊരു റെമഡി ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഞാനത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വർക്കിംഗ് ആയിട്ട് തോന്നി, റിസൾട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ദേവിപ്രിയ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കനോടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ നമ്മുടെ ഈ ഒരു ഡാർക്ക് സർക്കിൾസ് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റിസൾട്ട് ഇപ്പം ഞാനൊരു 2 ദിവസം യൂസ് ചെയ്തത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1.5 വീക്ക്, അത് ഓരോരുത്തരുടെ തോതനുസരിച്ചിട്ടിരിക്കും, എത്രത്തോളം ഡാർക്ക്നെസ് ഉണ്ടെന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മുടെ റെമഡിയിലോട്ട് നമുക്ക് പോവാം. സോ നമ്മുടെ ഈ ഒരു റെമഡിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രൂ ആണ്. ഓക്കെ, സോ ബ്രൂ തന്നെ വേണം എന്നില്ല, നെസ്കഫെ ആയാലും മതി. സോ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമുക്ക് ആവശ്യം. സോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. അപ്പോൾ ഞാൻ ഇതിന് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. സോ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ആവശ്യത്തിനുള്ള കോഫി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുറച്ച് മതിയാവും, കണ്ണിന് ചുറ്റുവിടാനല്ല, ഫുൾ ഫേസ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നൊരു കാര്യം, ഇത് ഡാർക്ക് സർക്കിൾസിന് മാത്രമല്ല, നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ, ഈ പിമ്പിൾസ് വന്നിട്ട് പോയിട്ടുള്ള ആക്നെ മാർക്സ് ഇല്ലേ, ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെറ്ററായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. സോ നമ്മൾ ആവശ്യത്തിനുള്ള കോഫി പൗഡർ എടുക്കാം. സോ ഞാനിവിടെ ഇപ്പോൾ ഇത്രയുമാണ് കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത്. 2 കണ്ണിൻ്റെ മുകളിലും താഴെയും ജസ്റ്റ് ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളതായിരിക്കും. ദെൻ ഇതിൻ്റെ ഒപ്പം ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ ജ്യൂസാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് മെയിനായിട്ടും നല്ല സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ചെറിയൊരു പീസ് മതി, ഒരുപാടൊന്നും എടുക്കണ്ട. ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ, ഇത്രയും ജ്യൂസിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് അതൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് എമൗണ്ട് മാത്രം മതി. സോ ഇത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരുപാട് വെള്ളമായി പോകരുത്, അപ്പോൾ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതേപോലെ നമ്മൾ എന്താ പറയുക, ജ്യൂസാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ ഇങ്ങനെ തങ്ങിക്കിടക്കും. അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എപ്പോഴും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ വെള്ളമായിരിക്കും, മുകളിൽ പൊങ്ങി കിടക്കുന്ന വെള്ളമായിരിക്കും. സോ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കോഫി പൗഡറിനകത്തേക്ക് നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ഒരു 1/4 സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. സോ ഇത് സഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിപ്പോൾ നോക്കിയപ്പോൾ ഇത് നമുക്ക് സഫിഷ്യൻ്റ് ആണ്, ഇത്രയും മാത്രം മതി. ഒരു 1/4 ടീസ്പൂണോളം പൊട്ടറ്റോ ജ്യൂസ് മാത്രം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല സ്റ്റാർച്ച് വേണം, സ്റ്റാർച്ച് കണ്ടൻറ്റ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർച്ചാണ് നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോയുടെ ഭാഗത്തുനിന്ന് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ സ്റ്റാർച്ച് വേണം.
ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മുടി ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഓക്കെ, നമ്മൾ മുടി ഒന്ന് ഒതുക്കി വെച്ചു. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ നമുക്ക് ആ ഒരു ഡാർക്ക് സർക്കിൾസിൻ്റെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം മാക്സിമം നിങ്ങളിത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇതിട്ടിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ നോക്കുക കേട്ടോ. പകലിടുന്നതിനേക്കാളും നല്ലത് രാത്രിയിലത്തെ യൂസാണ്. വേഗം റിസൾട്ട് നമുക്ക് കിട്ടും. എങ്ങനെയായാലും ഒരു 1 വീക്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് 2 ഡേയ്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ ലൈറ്റായിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫുൾ ഫേസ് ഇത് അപ്ലൈ ചെയ്യാം. എനിക്കിവിടെയൊക്കെ നല്ല ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാനിത് ഈ ഒരു ഭാഗത്തൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഉണങ്ങത്തില്ല, എന്നാൽ ഒരുമാതിരി ഒരു 10 മിനിറ്റ്സ് അടുത്ത് നിങ്ങളിത് വെക്കാൻ ശ്രമിക്കണം. 10 മിനിറ്റ്സ് ഇരുന്നെങ്കിലും ഇല്ലെങ്കിലും ഒരു 7 മിനിറ്റ്സ് എങ്കിലും ഇത് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടെടുക്കുക. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ പാക്ക് ഒരുമാതിരി ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് മറ്റ് പാക്കുകൾ പോലെ ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങത്തില്ല. ഒരു 7 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്കിത് റിമൂവ് ചെയ്ത് കളയാം. സോ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ടില്ലേ, എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ട് പാക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.